മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പെല്ലാം നടക്കുന്നത് നമുക്ക് ഏതെങ്കിലും ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പല ആളുകളും ചില ഓഫറുകളെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായ കുറച്ച് എമൗണ്ട് എല്ലാം ലഭിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം ലഭിക്കും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പല തരത്തിലുള്ള ലിങ്കുകളെല്ലാം നിങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ലിങ്കുകളെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫോണെല്ലാം ഹാക്ക് ആകാനെല്ലാം ഇത് കാരണമാകും. ചില ലിങ്കുകൾ നമ്മൾ ഒറിജിനലായ ലിങ്കാണെന്ന് മാത്രമേ നമ്മൾ കരുതൂ. ഇനി നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോഴും ചില ലിങ്കുകളിലെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതെല്ലാം തന്നെ നമ്മൾ വളരെ നല്ല ഒരു സൈറ്റാണ് എന്ന് കരുതിയെല്ലാം ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത്തരത്തിൽ അബദ്ധമെല്ലാം വരാറുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ 2 സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മെയിൽ ID എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 സെറ്റിംഗ് ആണ്. രണ്ടാമത്തെ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മൾ ഇവിടെ സേഫ് ബ്രൗസിംഗ് എന്ന് ഇവിടെ വന്നിരിക്കുന്ന ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ ചില ആളുകളെല്ലാം തന്നെ നോ പ്രൊട്ടക്ഷൻ എന്നെല്ലാം കൊടുക്കാറുണ്ട്. ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക. ഈ നോ പ്രൊട്ടക്ഷൻ എല്ലാം എനേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിന് ഒരു പ്രൊട്ടക്ഷനും ലഭിക്കില്ല. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നത് നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്ഷൻ എല്ലാം ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ അധികവും നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാം ലഭിക്കണമെങ്കിൽ ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഇത്തരത്തിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പല ലിങ്കുകൾ വഴിയുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ ബ്രൗസിംഗ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു മൊബൈലിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിനാൽ തന്നെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയെല്ലാം കുറയുകയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് വരുമ്പോൾ യൂസ് സെക്യൂർ DNS എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നതാണ്. ഇത് മാറ്റി നിങ്ങൾക്ക് ഇവിടെ ചൂസ് അനദർ പ്രൊവൈഡർ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കസ്റ്റമൈസ്ഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ക്ലൗഡ് ഫ്ലെയർ എന്ന ഈ ഒരു DNS എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ഇതുകൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മൊബൈലിന് പ്രൊട്ടക്ഷൻ എല്ലാം ലഭിക്കുന്നതാണ്. തീർച്ചയായും ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.